നമസ്കാരം, കൗതുക വാർത്തകളിലേക്ക് സ്വാഗതം. പോയ വർഷത്തിന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും പാപ്പാനിയെ കത്തിക്കുന്നതിലൂടെ മാറി മറക്കാനുള്ള കൗതുകകരമായ ഒരു ആഘോഷത്തെക്കുറിച്ച് കേൾക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ആരാണ് പാപ്പാനി? പോയ വർഷത്തിന്റെ സങ്കടങ്ങളും ദുരിതങ്ങളും കത്തിച്ചു കളയുക എന്ന ആശയമാണ് പാപ്പാനിയെ കത്തിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഡിസംബർ 31 രാത്രി 12 മണിക്കാണ് പാപ്പാനിയെ കത്തിക്കുന്നത്. അത് കാണാൻ ആയിരങ്ങളാണ് കൊച്ചിയിലേക്ക് എത്തുന്നത്. പാപ്പാനി എന്ന വാക്കിന്റെ ഉദ്ഭവം പോർച്ചുഗീസിൽ നിന്നാണ്. പോർച്ചുഗീസിൽ മുത്തശ്ശൻ എന്നാണ് പാപ്പാനിയുടെ അർത്ഥം. 1503 മുതൽ 1663 വരെ പോർച്ചുഗീസുകാർ ഫോർട്ട് കൊച്ചി ഭരിച്ചിരുന്നു. രാജാവിന്റെ അനുവാദത്തോടെ അവർ അവിടെ പണിത കോട്ടയാണ് ഇമ്മാനുവൽ കോട്ട. കോട്ടയിൽ എല്ലാ വർഷം പുതുവർഷാഘോഷം യൂറോപ്യൻ രീതിയിൽ ആഘോഷിച്ചിരുന്നു. അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പാപ്പാനിയെ കത്തിക്കൽ തുടങ്ങിയത്. എന്നാൽ പാപ്പാനിയെ കത്തിക്കൽ ജൂതവിശ്വാസവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് മറ്റൊരു വാദം. ഗ്രീക്ക് പടയെ യുദ്ധത്തിൽ തോൽപ്പിച്ച് വിശുദ്ധ നാട് സ്വന്തമാക്കിയ ശേഷം ഗ്രീക്ക് പടത്തലവൻ ബഗറീസിനെ ജീവനോടെ കത്തിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് പാപ്പാനിയെ കത്തിക്കലായി മാറിയതെന്നും വിശ്വസിക്കപ്പെടുന്നു. എന്തു തന്നെയായാലും വർഷങ്ങളായി കൊച്ചിയിൽ മാത്രം കാണുന്ന ആഘോഷമാണ് ഈ പാപ്പാനി കത്തിക്കൽ. കാർണിവൽ ആഘോഷത്തിന്റെ ഭാഗം കൂടിയാണ് ഈ പാപ്പാനി കത്തിക്കൽ എന്നതാണ് ആഘോഷം. ഒരു വർഷത്തിന്റെ അവസാനവും പുതുവർഷത്തിന്റെ ആരംഭവുമാണ് പാപ്പാനി കത്തിക്കൽ. മൈതാനത്ത് കെട്ടിയുയർത്തിയ പാപ്പാനി രൂപത്തെ കത്തിക്കുന്നതിലൂടെ പിന്നിടുന്ന വർഷത്തെ വേദനകളും ദുരിതങ്ങളും എരിച്ചു കളയുന്നു എന്നതാണ് സങ്കല്പം. പാപ്പാനി കത്തിക്കൽ കൊച്ചിയുടെ തനത് ആഘോഷമാണ്. പുതുവർഷത്തിനുള്ള പുതിയ പ്രതീക്ഷകളും സന്തോഷങ്ങളും കാണിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.